ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ നീക്കം തന്നെ നടന്നിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ബംഗ്ലാദേശ് ഔദ്യോഗികമായി തന്നെ ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഈ മാസം 22-23 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലുണ്ട്, അമേരിക്കയിൽ. അവിടെ വെച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. UNGAയുടെ ഭാഗമായി നടക്കുന്ന ഒരു സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. അതിൻ്റെ ഇടവേളയിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മുഹമ്മദ് യൂനുസ് ശ്രമിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ അത് ആ വിവരം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം ഇതുവരെ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടകൾ നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. ഒരുപക്ഷെ മുഹമ്മദ് യൂനുസുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അത് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം ബംഗ്ലാദേശുമായിട്ട് നടക്കുന്ന, അവിടുത്തെ പുതിയ പ്രധാനമന്ത്രിയുമായി നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയുമായി ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്രധാനമന്ത്രിയായിരിക്കും കൂടിക്കാഴ്ച നടത്തുക. ഏതായാലും അതിനുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു വരുന്നു. UN പൊതുവേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യില്ല, പകരം S ജയശങ്കർ ആയിരിക്കും. ഏതായാലും പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുമോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ബംഗ്ലാദേശിൻ്റെ തെരുവീഥികളിൽ നിറഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശി പ്രക്ഷോഭകാരികൾക്ക് ഇടയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യയുമായി ഒരു സൗഹൃദത്തിന് അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ചർച്ച നടത്താൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ മുഹമ്മദ് യൂനുസിൻ്റെ ഭാഗത്തുനിന്നും ബംഗ്ലാദേശിലേക്ക് ടക്കാല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു സന്ദേശം എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.